God said, believe in the prophets and you will succeed. ദൈവം പറഞ്ഞു നിങ്ങൾ പ്രവാചകന്മാരെ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. I have 2 testimonies today. എനിക്ക് 2 സാക്ഷ്യങ്ങളുണ്ടെന്ന്. In the month of October, there was an auntie who came from Pune, and when I took her to Prophet's house for the first meeting, ഒക്ടോബറിൽ പൂനെയിൽ നിന്ന് ഒരു ആൻറ്റി വന്നിരുന്നു. ഞാൻ പ്രോഫറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. Prophet prayed for her and cast out the spirit of death over her life. പാസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ശരീരത്തിൽ നിന്നും മരണത്തിന്റെ ആത്മാവിനെ അവരിൽ നിന്ന് ശാസിച്ചു. And he prayed that she will do the work for the kingdom of God. പാസ്റ്റർ പ്രാർത്ഥിച്ചു അവർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. Today I was talking to her and she said no more she is fearful, and now God is using her even on the roads. ഇന്ന് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് യാതൊരു മരണത്തെക്കുറിച്ച് യാതൊരു ഭയവുമില്ല. ദൈവത്തിന് അവർ സാക്ഷീകരിക്കുന്നു എല്ലാ തെരുവുകളിലും. People are stopping her on the road and saying, please pray for us. അവരെ വഴിയിൽ വെച്ച് മനുഷ്യർ നിർത്തിയിടിച്ചു പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. So she was grateful for me to bring her to the house of God and to the prophet. അവരെന്നോട് നന്ദി പറഞ്ഞു, അവരെ ഈ ചർച്ചിലേക്ക് കൊണ്ടുവന്നു, ദൈവദാസന്റെ അടുത്ത് കൊണ്ടുവന്നു. And then I brought the second auntie and came for prayer. ഞാൻ രണ്ടാമതൊരു ആൻറ്റിയും കൊണ്ടുവന്നിരുന്നു പ്രാർത്ഥിക്കാൻ. And she had depression. She was taking medicine for depression. അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. And also her son-in-law had an operation. His toe was cut off because of diabetes. അവരുടെ മരുമകനാണെങ്കിൽ അവരുടെ ഡയബറ്റീസ് കാരണം അവരുടെ കാലും ഇച്ചിരി മുറിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. And gangrene was spreading in his leg. ഗാംഗ്രീൻ എന്ന് പറഞ്ഞ രോഗം അവരുടെ കാലിന്മേൽ. But I thank God for bringing her into this place. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അവരെ ഈ ചർച്ചിൽ കൊണ്ടുവന്നതിന്. She went to the prophet for prayer, and now no more on depression. She is no longer depressed. അവര് ചർച്ച് പാസ്റ്ററിന് നന്ദി പറയുന്നു, അവർക്ക് യാതൊരു വേറെ പ്രശ്നങ്ങളുമില്ല. And I give thanks to Jesus. Her son-in-law now, he is working, he is walking, he is fine. ഞാൻ യേശുവിന് നന്ദി പറയുന്നു, ഇപ്പൊ അവരുടെ മരുമകൻ ജോലിക്ക് പോകുന്നുണ്ട്. And the doctor says no more diabetes. ഡോക്ടർമാർ പറയുന്നു ഡയബറ്റിക് ഇനി ഇല്ല. Who will believe the report of the Lord? ആര് ദൈവത്തിന്റെ റിപ്പോർട്ടിനെ വിശ്വസിക്കും? Isaiah 53 verse 1 says, whose report will you believe? ഐസയ 53:1 പറയുന്നു, നിങ്ങൾ ആരുടെ റിപ്പോർട്ടിനെ വിശ്വസിക്കും? We thank God for the prophet in our midst. നമ്മൾ ദൈവദാസന് വേണ്ടി നമ്മൾ നന്ദി പറയുന്നു. And for changing homes and lives. എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചതിനായി. Thank you, prophet.